ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ മേഘവിസ്ഫോടനം. തരാരി ഗ്രാമത്തിൽ മിന്നൽ പ്രളയവും മണ്ണിടിച്ചിലുമുണ്ടായി. ഖീർഗംഗ നദിയിലൂടെ പ്രളയജലം ഒഴുകിയെത്തി. ആശങ്ക ഇരട്ടിയാക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ ചേരുന്നുണ്ട്. അർജുൻ, ഒരു ഗ്രാമം മുഴുവൻ ഒലിച്ചു പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എത്ര പേരെ കാണാൻ ഇല്ല എന്നാണ് ഇപ്പോൾ അറിയിപ്പ് വരുന്നത്. കൂടുതൽ ആളുകളൊക്കെ തന്നെ അപകടത്തിൽപ്പെട്ടു എന്ന സൂചനകൾ കൂടി വരികയാണോ? സംസ്ഥാന സർക്കാരിൻ്റെ അറിയിപ്പുകൾ ഈ മേഖലയിലെ രക്ഷാപ്രവർത്തനം സംബന്ധിച്ചൊക്കെയുള്ള പുതിയ വിവരങ്ങൾ എന്താണ് അർജുൻ? പ്രജീഷ, ആദ്യഘട്ടത്തിൽ 60 പേരെ കാണാതായി എന്നുള്ളൊരു റിപ്പോർട്ടാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ധാരാലി എന്ന് പറയുന്ന ഗ്രാമത്തിൽ രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് ഈ ഒരു ഘട്ടത്തിൽ വരുന്നുണ്ട്. അതായത് യുദ്ധകാല അടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, വലിയ ഒരു അപകടം തന്നെയാണ് ഈ പറയുന്ന ഉത്തരകാശി ജില്ലയിലെ ധാരാലി ഗ്രാമത്തിൽ ഉണ്ടായത് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. SDRF-ഉം NDRF-ഉം ജില്ലാ ഭരണകൂടവും ഈ ഒരു ഘട്ടത്തിൽ രക്ഷാപ്രവർത്തന രംഗത്ത് സജീവമായി തന്നെ നിൽക്കുന്നു. അവർ യുദ്ധകാല അടിസ്ഥാനത്തിൽ ആളുകളെ രക്ഷപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ മറ്റ് രക്ഷാപ്രവർത്തന കാര്യങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ധാരാളി എന്ന് പറയുന്ന മേഖലയിലും അതുപോലെ തന്നെ ഉത്തരകാശിയിലെയും ഉയർന്ന ഉദ്യോഗസ്ഥരുമായി പുഷ്കർ സിംഗ് ധാമി, ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി, നിരന്തരം സമ്പർക്കപ്പെട്ടുകൊണ്ട് സ്ഥിതിഗതികൾ ഓരോ നിമിഷത്തിലും വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം കൂടിയാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം വ്യക്തമാക്കുന്ന കാര്യം അത് തന്നെയാണ്. കരസേനയുടെ സംഘം ഈ ധാരാളി ഗ്രാമത്തിൽ എത്തിയിട്ടുണ്ട്. നേരത്തെ അവർ പുറപ്പെട്ടു എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ആ ഒരു സംഘം ഇപ്പോൾ ധാരാളി ഗ്രാമത്തിൽ എത്തിയിട്ടുണ്ട്. ഹർഷിൽ എന്ന് പറയുന്ന ഇടത്ത് അവരുടെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ഹർഷിൽ നിന്നും പുറപ്പെട്ട സംഘമാണ് ഇപ്പോൾ ധാരാളി ഗ്രാമത്തിൽ എത്തിയിരിക്കുന്നതും രക്ഷാപ്രവർത്തനം വലിയ വേഗത്തിൽ തന്നെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഏകദേശം 20 ഹോട്ടലുകളും അതുപോലെ ഹോം സ്റ്റേകളുമാണ് ഈ പറയുന്ന നമ്മൾ കാണുന്ന ആ ദൃശ്യത്തിൽ കാണുന്ന ഈ പട്ടണത്തിൽ, ക്ഷമിക്കണം, ഈ ചെറിയ ഗ്രാമത്തിൽ ധാരാളി എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഉണ്ടായിരുന്നത്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഹർഷിൽ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രം. അവിടെ നിന്നും ഒരുപാട് വിനോദസഞ്ചാരികൾ വരുന്ന ഒരു ചെറിയ മാർക്കറ്റ് കൂടിയുണ്ട് ഈ ധാരാളി എന്ന് പറയുന്ന ഗ്രാമത്തിൽ. അതിന് പുറമെയാണ് ഇത്തരത്തിൽ 20 ഹോം സ്റ്റേകളും അതുപോലെ ഹോട്ടലുകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് കണക്കുകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. 20 കിലോമീറ്റർ ദൂരത്ത് നിന്ന് മറ്റൊരു SDRF-ന്റെ സംഘം കൂടി, വലിയൊരു സംഘം കൂടി ഇപ്പോൾ പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നിലവിൽ ലഭിക്കുന്നത്. SDRF കമാൻഡന്റ് അർപ്പൻ യദുവൻഷി തന്നെ ഇക്കാര്യങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 20 കിലോമീറ്റർ ദൂരത്ത് നിന്നും വലിയൊരു സംഘം, SDRF-ന്റെ സംഘം രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പുറപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, ഈ കരസേനയുടെ സംഘം ഇതിനോടകം തന്നെ ധാരാളി ഗ്രാമത്തിലെത്തി അവർ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. നമുക്കിപ്പോഴും വ്യക്തമല്ലാത്തൊരു കാര്യം, എത്ര പേർ ഒഴുക്കിൽപ്പെട്ടുപോയി, അതായത് കാണാതായി എന്നുള്ള ഒരു ഔദ്യോഗിക വിവരമാണ്. 50 മുതൽ 60 എന്നാണ് നിലവിൽ അവിടെ നിന്നും ഈ പ്രാദേശിക മാധ്യമങ്ങളും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, അവർ പറയുന്ന പങ്കുവെക്കുന്ന കാര്യങ്ങൾ അതാണ്. അതിനപ്പുറത്തേക്ക് എത്ര പേരുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തമായിട്ടുള്ള റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല. ആ ഗ്രാമം ഒഴിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതായത് ഇതിനു മുൻപും മഴ നിലനിന്നിരുന്നു ഈ ഉത്തരകാശിയിലും ഉത്തരാഖണ്ഡിലും ഉത്തരേന്ത്യ ആകെ, ഈ ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ. പക്ഷേ ധാരാളിയിൽ ആളുകൾ ഉണ്ടായിരുന്നു, അവരെ ആരും ഒഴിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ് നിലവിൽ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്ന കാര്യം. കാരണം മുൻപ് ഇങ്ങനെ ഒരു നിമിഷം കൊണ്ട് എല്ലാം ഇല്ലാതായി തകർന്നടിയുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എത്രയോ വലിയ കെട്ടിടങ്ങളാണ് ഈ പ്രദേശത്തുണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതൊക്കെ ഒരു നിമിഷം കൊണ്ട് തുടച്ച് നീക്കപ്പെടുകയാണ്. നിരവധി പേർ അങ്ങനെ ഒഴുക്കിൽപ്പെട്ടു, നിരവധി പേരെ കാണാനില്ല. ഇപ്പോൾ പ്രകാരമുള്ള അറിയിപ്പാണെങ്കിൽ 60 എന്നാണല്ലോ അർജുൻ പറയപ്പെടുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായിട്ട് എന്തെങ്കിലും കണക്കുകൾ ലഭ്യമാണോ? അങ്ങനെയാണെങ്കിൽ കൂടുതലായിട്ടുള്ള ആളുകൾ ഉൾപ്പെടാനുള്ള സാധ്യതകൾ അതൊക്കെ എത്രത്തോളമുണ്ട്? 2 ദിവസമായി മഴ ശക്തിപ്പെട്ടിരുന്നു ഈ പ്രദേശത്ത്. ഇന്ന് കൂടി ഉള്ള വിവരങ്ങൾ വരികയാണ്. അപ്പോൾ
ഈ ഖീർ നദിയിലെ അവസ്ഥ സംബന്ധിച്ചൊക്കെ മനസ്സിലാക്കുന്ന ദൃശ്യങ്ങളനുസരിച്ചൊക്കെ ആണെങ്കിൽ ഈ ശേഷിപ്പുകൾ, കാരണം ആ കിലോമീറ്ററുകളോളം അങ്ങനെ ഒഴുകി തുടച്ചു നീക്കി എത്തപ്പെടുകയാണ്, അതൊക്കെ ഖീർ നദിയിലേക്ക് എത്തുന്നു. അത്രത്തോളം ആശങ്കയുണ്ട് അർജുൻ. പ്രതീക്ഷ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഖീർഗംഗ നദിക്ക് മുന്നിലുണ്ടായിരുന്ന പല വീടുകളും അതുപോലെ ഹോട്ടലുകളും ചെറിയ ഹോം സ്റ്റേകളും എല്ലാം തന്നെ ഇപ്പോൾ നമ്മൾ ആ കാണുന്ന പോലെ അല്ല, അതെല്ലാം തകർത്ത് അതിൻ്റെ പലതിൻ്റെയും അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഒരു അവശേഷിപ്പായി ബാക്കി നിൽക്കുന്നത്. ഈ ഖീർഗംഗ നദിയിൽ വലിയ തോതിൽ ജലനിരപ്പ് വർദ്ധിച്ച് ഇപ്പോഴും ഈ പ്രളയജലം കുത്തിയൊലിച്ച് വരികയാണ്. അതുകൊണ്ട് നദിക്ക് അടുത്തേക്ക് ആരും പോകരുത് എന്നുള്ളൊരു ജാഗ്രതാ നിർദ്ദേശം കൂടി ഇപ്പോൾ പോലീസും അവിടെയുള്ള ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ സംസ്ഥാന അധികാരികളും നൽകിയിട്ടുണ്ട്. എത്ര പേർ ഒഴുക്കിൽ പെട്ടു അല്ലെങ്കിൽ എത്ര പേരെ കാണാതായി എന്ന് സംസ്ഥാനത്തിൻ്റെ പക്കൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള വിവരമില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ഒരു കണക്കെടുപ്പ് നടക്കുന്നേ ഉള്ളൂ. മാത്രമല്ല എത്ര പേരാണ് ഈ അപകടം നടക്കുന്ന സമയത്ത് ഈ പറയുന്ന ഗ്രാമത്തിൽ, ഈ ധാരാളി എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കാരണം നേരത്തെ പറഞ്ഞിരുന്നു 20 ഹോട്ടലുകളും ഹോം സ്റ്റേകളും പിന്നെ ഒരു ചെറിയൊരു ഒരു വ്യാപാര കേന്ദ്രം, ഒരു മാർക്കറ്റ് ഏരിയ പോലെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അതിന് തൊട്ടടുത്ത് വളരെ വലിയൊരു ഒരുപാട് വിനോദസഞ്ചാരികൾ വരുന്നൊരു വിനോദസഞ്ചാര കേന്ദ്രമുണ്ട്. അവിടെ നിന്നും ആളുകൾ ഈ ധാരാളിയിലേക്ക് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടും അതുപോലെ ഇത്തരത്തിൽ ഈ വ്യാപാര കേന്ദ്രത്തിലേക്ക് പല സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടുമൊക്കെ എത്തുന്നവരുമുണ്ട്. ഈ പറയുന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിൽ നിന്നും മാറി അവിടെ നിന്ന് വലിയ ദൂരമില്ല, അതുകൊണ്ട് തന്നെ ഒരുപാട് ഹോം സ്റ്റേകൾ അവിടെ പ്രവർത്തിക്കുന്നതുകൊണ്ട് അവിടെ താമസിക്കാൻ എത്തുന്നവരുടെയും എണ്ണം വളരെ കൂടുതലാണ്. മാത്രമല്ല ഇത്തരത്തിൽ ഹിമാലയൻ താഴ്വരയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം, അവിടെയുള്ള ഭംഗി കാണാൻ വരുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര പേര് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. അവിടെയുള്ള ഹോട്ടലുകളിലും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ അടുത്തെല്ലാം തന്നെ ചോദിച്ച് മനസ്സിലാക്കി അത്തരത്തിലൂടെയുള്ളൊരു കണക്കെടുപ്പാണ് ഈ ഒരു ഘട്ടത്തിൽ നടക്കുക. അതിന് വേണ്ടിയിട്ടുള്ളൊരു നടപടിയിലേക്കും ശ്രമത്തിലേക്കും ജില്ലാ ഭരണകൂടവും അവിടെ ഉണ്ടായിരുന്ന അധികാരികൾ, പ്രാദേശിക തലത്തിലുള്ള അധികാരികളും കടന്നിട്ടുണ്ട്. മറുവശത്ത് കരസേന അവിടെ എത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം. സൈന്യത്തിന്റെ ഒക്കെ തന്നെ പ്രവർത്തനങ്ങൾ അത് എത്രത്തോളം കാര്യക്ഷമമാകും, മറ്റെന്തെങ്കിലും വെല്ലുവിളികളുണ്ടോ? കാരണം കാലാവസ്ഥ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ അവിടേക്ക് ഹെലികോപ്റ്റർ മാർഗം ഉള്ള രക്ഷാപ്രവർത്തനം മാത്രമേ സാധ്യമാവുകയുള്ളൂ. കൂടുതലായും പ്രദേശത്തിൻ്റെ സ്വഭാവം അനുസരിച്ചും മുൻകാല അനുഭവങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സാധ്യമായ രീതിയിൽ ആളുകളെ അവിടെ നിന്നും മാറ്റി കൊണ്ടുവരണം, മാറ്റി പാർപ്പിക്കണം. അവരെയൊക്കെ പ്രദേശത്ത് നിന്നും എവിടേക്ക് മാറ്റാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയുള്ള കരസേനയുടെ രക്ഷാപ്രവർത്തനം സംബന്ധിച്ചുകൂടി ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെ നിന്നും ആളുകളെ ഒഴിപ്പിച്ചു കൊണ്ടുപോകുന്നത് ഈ പറയുന്ന ദർശൻ എന്ന് പറയുന്ന ഇടത്ത് നിന്ന് തന്നെ ആ ഒരു ധാരാലി എന്ന് പറയുന്ന ആ ഒരു ഗ്രാമത്തിൽ നിന്ന് തന്നെ 7 കിലോമീറ്റർ മാറി സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഹർഷിൽ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പട്ടണത്തിലേക്ക് എത്താൻ സാധിക്കും. അവിടെ ഒരുപാട് ഹോം സ്റ്റേകളുണ്ട്. അവിടേക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഈ രക്ഷപ്പെടുത്തിയ ആളുകളെ എല്ലാം മാറ്റാനായിട്ട് സാധിക്കും. മാത്രമല്ല റോഡ് ഗതാഗതം ഉള്ള ഒരു സ്ഥലമാണ്. ഹർഷിലും ധാരാലിക്കും ഇടയിൽ ഒരു റോഡ് ഗതാഗതമുണ്ട്, ഒരുപാട് വാഹനങ്ങൾ സഞ്ചരിക്കുന്നതാണ്. പക്ഷേ അവിടെ പലയിടത്തും ഈ മണ്ണിടിഞ്ഞും അതുപോലെ തന്നെ മഴയും കനത്ത മഴയും ഉണ്ടായതുകൊണ്ട് പല തടസ്സങ്ങളും അനുഭവപ്പെടുന്നുമുണ്ട്. അതിനപ്പുറത്തേക്ക് റോഡ് മാർഗമുള്ള സഞ്ചാരം ഇപ്പോഴും സാധ്യമാണ്. അതിലൂടെയും രക്ഷാപ്രവർത്തനം പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നുമുണ്ട്. അക്കാര്യങ്ങളെല്ലാം മുൻനിർത്തിയാണെങ്കിൽ വളരെ പെട്ടെന്ന് കൂടുതൽ രക്ഷാപ്രവർത്തകർക്ക് അവിടെ എത്തി ഈ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുകയും ചെയ്യും. ഈ ഹർഷിലിൽ തന്നെ സൈനിക ക്യാമ്പുണ്ട്. അവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരാണ്, ഈ കരസേന ഉദ്യോഗസ്ഥരാണ് ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന ഗ്രാമത്തിലെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചതും. കൂടുതൽ ഉപകരണങ്ങൾ മാത്രമല്ല ഹെലികോപ്റ്റർ അടക്കമുള്ള സജ്ജീകരണങ്ങൾ ആവശ്യമാണെങ്കിൽ അതും എത്തിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനപ്പുറത്തേക്ക് രക്ഷാപ്രവർത്തനത്തിന് മറ്റു മാർഗങ്ങളും റോഡ് മാർഗങ്ങളും അവിടെ നിലനിൽക്കുന്നുമുണ്ട്. ഏറ്റവും പ്രധാനം ഈ ധാരാളി എന്ന് പറയുന്ന ഗ്രാമത്തെയാണ് ഇപ്പോൾ ഈ പ്രളയജലം വിഴുങ്ങി കൊണ്ടുപോയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഹർഷിലേക്ക് ഈ പ്രളയജലം എത്തിയതായിട്ടോ അവിടെയുള്ള വീടുകളെയോ അവിടെ ഉണ്ടായിരുന്ന ആളുകളെയോ ബാധിച്ചതായിട്ടോ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടില്ല. ഇതുപോലെയുള്ള ഒരുപാട് മിന്നൽ പ്രളയങ്ങളും ഈ മേഘവിസ്ഫോടനങ്ങളും അതിജീവിച്ചിട്ടുള്ള ഒരു ചരിത്രം കൂടിയാണ് ഉത്തരാഖണ്ഡിനെ സംബന്ധിച്ചുമുള്ളത്. അതൊക്കെ കൊണ്ടുകൂടിയാണ് കൂടുതൽ ആളുകൾ ബാധിക്കാതെ അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തലുള്ളത്. പക്ഷെ അപ്പോഴും ആദ്യഘട്ടത്തിൽ എത്ര പേരെ ഒഴുക്കിൽപ്പെട്ടു, എത്ര പേരെ കാണാതായി പോയി എന്നുള്ളൊരു വിവരം ഔദ്യോഗികമായി നമുക്ക് ലഭിച്ചിട്ടില്ല. 60 എന്നുള്ള കണക്ക് അതുപോലും ഭയപ്പെടുത്തുന്നതാണ്. അതിനപ്പുറത്തേക്ക് ഇത്രത്തോളം റിസോർട്ടുകളും അവിടെ ഹോം സ്റ്റേകളും ഈ പറയുന്ന റെസ്റ്റോറൻറ്റുകളും ഈ ഹോട്ടലുകളും എല്ലാം ഉള്ളൊരു സ്ഥിതിയിൽ
അതെല്ലാം തകർത്ത് ഈ അവശിഷ്ടങ്ങളായി മാറിയ ഒരു സാഹചര്യത്തിൽ ഈ കണക്കിൽ കൂടുതലായിരിക്കും. അത് പക്ഷേ കണക്കെടുപ്പിന് ശേഷം ഒരു ഔദ്യോഗിക വിവരം ഈ പറയുന്ന ഉത്തരാഖണ്ഡ് സർക്കാർ തന്നെ പുറത്ത് വിടേണ്ട ഒരു അവസ്ഥ, ഒരു കാര്യമാണ്, ഒരു പശ്ചാത്തലമാണ് ഈ ഒരു ഘട്ടത്തിൽ നിലനിൽക്കുന്നത്.